നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് പ്രധാന വാർത്തകൾ. തിരമാലകൾക്ക് മുകളിലൂടെ നടന്ന് കടൽ കാഴ്ച കാണാം. സഞ്ചാരികൾക്കായി വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തയ്യാർ. പുതുവത്സരാഘോഷ നാളുകളിൽ തുറന്നുകൊടുക്കും. കാസർഗോഡ് പീലിക്കോട് പേരഗ്രാമം പദ്ധതിക്ക് തുടക്കം. പഞ്ചായത്ത് പരിധിയിൽ നടന്നത് 10,000 പേരത്തൈകൾ. സയൻസ് പാർക്ക് ഒരുക്കി നടുവട്ടം സ്കൂൾ. ശാസ്ത്ര പഠനം എളുപ്പമാക്കുക ലക്ഷ്യം. കുട്ടികളെ കാത്തിരിക്കുന്നത് അത്യാധുനിക സാങ്കേതിക ഉപകരണങ്ങൾ. കാട്ടാന ഭീതി ഒഴിയാതെ ഇടുക്കി ഉപ്പുതറ നിവാസികൾ. ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നത് മണിക്കൂറുകൾ. ഫെൻസിംഗ് അടക്കം പ്രഖ്യാപനത്തിലൊതുങ്ങി. ഇനി കടൽ കാഴ്ചകൾ കാണാൻ കടൽ തീരത്തുകൂടി മാത്രമല്ല കടലിലൂടെയും നടക്കാം. സഞ്ചാരികൾക്കായി ആദ്യ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വർക്കലയിൽ പൂർത്തിയായി. വർക്കല തീരദേശ ടൂറിസത്തിനെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ടൂറിസം വകുപ്പ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സജ്ജമാക്കുന്നത്. ജില്ലയിൽ വർക്കല ബീച്ചിലാണ് ആദ്യം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തയ്യാറാകുന്നത്. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. 100 മീറ്റർ നീളത്തിലും 3 മീറ്റർ വീതിയിലുമാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. പാലത്തിന്റെ അവസാന ഭാഗത്ത് 11 മീറ്റർ നീളത്തിലും 7 മീറ്റർ വീതിയിലുമായി കാഴ്ചകൾ കാണാനുള്ള പ്ലാറ്റ്ഫോമുകളും ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷാ ബോട്ടുകൾ, ലൈഫ് ജാക്കറ്റുകൾ, ലൈഫ് ഗാർഡുകൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവരുടെ സേവനവും ഉണ്ടാകും. ப்ளஸ் கேட்பிஎஸோட ட்ரைனிங்லேருந்து எல்லாமே நம்ம ஸ்டாஃப்ஸ் எல்லாமே கம்ப்ளீட் பண்ணியிருக்காங்க. இங்கே வந்து பார்த்திங்கன்னா 20th அப்புறம் இந்த ஆக்டிவிட்டீஸ் எல்லாமே ஸ்டார்ட் பண்ண போகிறோம். இதில் பார்த்திங்கன்னா ஃப்ளோட்டிங் பிரிட்ஜ் இருக்குது, ஜெட் அட்டாக் இருக்குது, ஜெட் ஸ்கீ இருக்குது, ஸ்பீட் போட் இருக்குது, பனானா போட் இருக்குது, சோஃபா, கிரேசி சோஃபா இருக்குது. இந்த மாதிரி எல்லாமே வந்துட்டு ஆக்டிவிட்டீஸ் வந்துட்டு எவ்வளோ சேஃபாக உங்களுக்கு நாங்கள் பண்ணித்தரணுமோ அவ்வளோ சேஃபாக பண்ணி തരുമോ. 700 കിലോഗ്രാം ഭാരമുള്ള നങ്കൂരം ഉപയോഗിച്ചാണ് പാലത്തിന്റെ ഉറപ്പ് നിലനിർത്തിയിരിക്കുന്നത്. 1400ഓളം ഉയർന്ന നിലവാരമുള്ള പ്ലാസ്റ്റിക് ബ്ലോക്കുകൾ ചേർത്തുറപ്പിച്ചാണ് ബ്രിഡ്ജിന്റെ നിർമ്മാണം. പകൽ 11 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് സന്ദർശന സമയം. കൂടാതെ ബനാന ബോട്ട്, ജിസ്കി, സ്പീഡ് ബോട്ട് മുതലായ ബോട്ടുകളും സജ്ജമാണ്. ഉന്നത പരിശീലനം ലഭിച്ചവരുടെ സേവനവും ഇവിടെ ഉണ്ടാകും. പുതുവത്സര ദിനത്തോടുകൂടി വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുമെന്ന് ടൂറിസം വകുപ്പ് അറിയിച്ചു. ന്യൂസ് 18 വർക്കല. കാസർഗോഡ് പീലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ പേരഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. 10,000 തൈകളാണ് പദ്ധതിയിൽ പഞ്ചായത്ത് പരിധിയിൽ നട്ടുപിടിപ്പിക്കുന്നത്. നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളുടെ എന്ന പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഹരിതവാനം. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും ആഗിരണം ചെയ്യുന്നതുമായ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് തുല്യമാക്കുക എന്നതാണ് ലക്ഷ്യം. തൊഴിലുറപ്പ് പദ്ധതിയിൽ പഞ്ചായത്ത് 4ാം വാർഡായ ആനിക്കാടിയിൽ തയ്യാറാക്കിയ നഴ്സറിയിൽ 10,000-ഓളം പേരത്തൈകൾ നടാൻ തയ്യാറായിട്ടുണ്ട്. പൊതുസ്ഥാപനങ്ങളിലും പൊതുയിടങ്ങളിലും പേരത്തൈകൾ നട്ടുപിടിപ്പിച്ച് പച്ചത്തുരുത്തുണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം. പ്രവൃത്തി ഉദ്ഘാടനം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് നിർവഹിച്ചു. ചെറുതെങ്കിലും വലിയൊരു കാൽവെപ്പാണ്. നമ്മുടെ പുരയിടങ്ങളിലൊക്കെ തെങ്ങുണ്ട്, വെരി ഗുഡ്. പക്ഷേ ഇടവിളകളായിട്ട് എന്തെല്ലാം ഫലവൃക്ഷങ്ങൾ നടാം. അപ്പം അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മുടെ പീലിക്കോട് കാണിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങൾ, അസിസ്റ്റന്റ് സെക്രട്ടറി കെ.എൻ. സുശീല, തൊഴിലുറപ്പ് അക്രഡിറ്റ് എഞ്ചിനീയർ അശ്വിനി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 പീലിക്കോട്. ഇനി നിരീക്ഷിച്ചും പരീക്ഷിച്ചും ശാസ്ത്ര പഠനം എളുപ്പമാക്കാം. നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അത്യാധുനിക സാങ്കേതിക ഉപകരണങ്ങളുമായി ടെസ്ല സയൻസ് പാർക്ക് സജ്ജമാക്കിയത്. വായനയിലൂടെ മനസ്സിലാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ശാസ്ത്ര പരീക്ഷണങ്ങൾ നേരിട്ട് കണ്ടു പഠിക്കുന്നതിനുള്ള ശാസ്ത്ര പാർക്കാണ് പട്ടാമ്പി നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയത്. 5, 6, 7 ക്ലാസുകളിലെ സയൻസ് പാഠഭാഗങ്ങൾ പരീക്ഷണങ്ങൾ ചെയ്തും നിരീക്ഷിച്ചും കളിയിലൂടെയും പഠിക്കാൻ തരത്തിലുള്ള ടെസ്ല സയൻസ് പാർക്കിൽ താപം, മർദ്ദം, വൈദ്യുതി, പ്രകാശം, കാന്തം, ചലനം, ജ്യോതിശാസ്ത്രം, ജീവശാസ്ത്രം, രസതന്ത്രം എന്നിവയുമായി ബന്ധപ്പെട്ട 60ഓളം ഉപകരണങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളിൽ ശാസ്ത്രാഭിരുചിയും ഗവേഷണ താൽപര്യവും വളർത്തുകയാണ് ലക്ഷ്യം. വേറിട്ട രീതിയിൽ നിങ്ങൾക്ക് ഉള്ള സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി
പൂർവ്വ വിദ്യാർത്ഥികളുടെയും അതുപോലെ അധ്യാപകരുടെയും ടീച്ചറുടെയും ഒക്കെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ വളരെ മെച്ചമായ രീതിയിൽ അവിടെ ഒരുക്കി തന്നിരിക്കുകയാണ്. അത്യാധുനിക രീതിയിലുള്ള പരീക്ഷണ സാമഗ്രികൾ ലാബിലുണ്ട്. 6ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് ലാബിലെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഏതു പരീക്ഷണവും നടത്താനാകും. ന്യൂസ് 18 പട്ടാമ്പി. കാട്ടാന ഭീതിയിലാണ് ഇടുക്കി ഉപ്പുതറയിലെ കർഷകർ. രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെയാണ് കാട്ടാനകൾ ഇവിടെ ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നത്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെ 7-4 വാർഡുകളിൽ ഉൾപ്പെട്ട മാക്കപ്പതാൽ, കൂപ്പുപറ മേഖലകളിലാണ് കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നു. ഇതോടെ പകൽ സമയം പോലും ഭീതിയോടെയാണ് ആളുകൾ വീടുകളിൽ കഴിയുന്നത്. കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങാനും കർഷകർക്ക് കഴിയുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി കാട്ടാനകൾ ജനവാസ മേഖലയിൽ സ്ഥിരമായി തമ്പടിക്കുകയാണ്. വനം വകുപ്പ് അധികൃതരെ വിവരമറിയിച്ചിട്ടും സ്ഥലം സന്ദർശിക്കാൻ പോലും ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്ന പ്രഖ്യാപനം വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി. രാവും പകലുമില്ലാതെ രാത്രിയിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. എങ്ങനെ ഇപ്പം നമ്മൾ കണ്ടില്ല, ലക്ഷ്യം കണ്ടില്ലേ, പകൽ പോലും ആന വന്ന് മുഴുവൻ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു. രാത്രി കാലങ്ങളിൽ ഇവർ ഈ കുട്ടികളെ എടുത്തുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങി പാറപ്പുറത്താണ് വന്ന് ഇരിക്കുന്നത്. കാരണം ഒരു കാരണവശാലും വീട്ടിൽ കിടക്കാൻ പറ്റില്ല. ഏത് നിമിഷമാണ് വീട് തള്ളിയിടുന്നതെന്ന് അറിയത്തില്ല. പകല് 1:30 മണിക്കും രാത്രിയും പുഴുക്കോളം ഇവിടെ ആനയുടെ ശല്യം കൊണ്ട് കാരണം ഞങ്ങൾക്ക് കടന്നുറങ്ങാൻ പോലും മേലാത്ത അവസ്ഥയായി. ഒരാഴ്ചയായി ഞങ്ങൾ ഉറങ്ങിയിട്ട്. ഞങ്ങൾക്ക് കാപ്പിക്കുരി പോലും പറമ്പിലിറങ്ങി പറിക്കാൻ ഭയമായി. ഇവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഒന്നും ഇത് അന്വേഷിക്കാനോ ഒന്നും വരുന്നുമില്ല. അവർ സോളാറിൻ്റെ വേലിക്ക് 3 വർഷത്തോളമായി അത് അനുവദിച്ച് തരാമെന്ന് പറഞ്ഞ് പോയിട്ട്, പക്ഷേ ഇതുവരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം കൃഷിയിടത്തിലെത്തിയ രാജേഷ് എന്ന കർഷകനെ കാട്ടാന ആക്രമിച്ചു. ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനകൾ വ്യാപക കൃഷിനാശമാണ് ഉണ്ടാക്കിയത്. തെങ്ങ്, കമുക്, പന, ഏലം, കുരുമുളക്, കാപ്പി തുടങ്ങിയ കൃഷികൾ നശിപ്പിച്ചു. കാക്കത്തോട് വനമേഖലയിൽ നിന്നാണ് കാട്ടാനകൾ എത്തുന്നത്. വന്യമൃഗശല്യത്തിന് അറുതി വരുത്തുവാൻ വനം വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. പ്രഭാത നടത്തക്കാരുടെ കൂട്ടായ്മയായ പട്ടാമ്പി വാക്കേഴ്സ് ക്ലബിന്റെ വാർഷികാഘോഷം സാന്ത്വന സ്പർശമായി. നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിക്ക് ധനസഹായം കൈമാറി. പട്ടാമ്പിയിലും പരിസര പ്രദേശങ്ങളിലും താമസിക്കുന്ന ആളുകളുടെ പ്രഭാത സവാരി കൂട്ടായ്മയാണ് പട്ടാമ്പി വാക്കേഴ്സ് ക്ലബ്ബ്. പട്ടാമ്പി കോളേജ് ആസ്ഥാനമായാണ് പ്രവർത്തനം. ചുരുങ്ങിയ കാലം കൊണ്ട് നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തിവരുന്നുണ്ട്. പട്ടാമ്പി പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിക്ക് ധനസഹായം നൽകിയാണ് വാക്കേഴ്സ് ക്ലബ്ബ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി ഉദ്ഘാടനം ചെയ്തു. സുഹൃത്തുക്കൾ തമ്മിലുണ്ടായിട്ടുള്ള കൂട്ടായ്മ അത് കുടുംബങ്ങളിലേക്ക് കൂടി ഞങ്ങൾ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് ഏതു തരത്തിലുള്ള ബന്ധം ആണെന്ന് ചോദിച്ചാൽ, ഒന്ന് പരസ്പരം സ്നേഹവും സാഹോദര്യവും നിലനിർത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ ആരോഗ്യപരമായ ഒരുപാട് കാര്യങ്ങൾ. കുടുംബസംഗമവും വിവിധ കലാപരിപാടികളും നടന്നു. അഡ്വക്കേറ്റ് ഹാറൂൺ റഷീദ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KT റുഖിയ, സിനിമാ താരം കണ്ണൻ പട്ടാമ്പി തുടങ്ങി പട്ടാമ്പിയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 പട്ടാമ്പി. മൂന്നാർ പഞ്ചായത്ത് റോഡ് വാഹനങ്ങൾ കൊണ്ട് നിറയുന്നു. കാൽനടയാത്രക്കാർക്ക് പോലും ദുഷ്കരമായി പാതയോരങ്ങളിൽ ഓട്ടോയടക്കമുള്ള വാഹനങ്ങൾ നിർത്തിയിടുന്നതായും പരാതിയുണ്ട്. മൂന്നാർ പഞ്ചായത്ത് കവാടത്തിൽ പഞ്ചായത്ത് ഓഫീസിന് പുറമെ PF ഓഫീസ്, കൃഷി ഓഫീസ്, ഹോമിയോ ആശുപത്രി, ബാങ്ക് തുടങ്ങി 5 സർക്കാർ സ്ഥാപനങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഓഫീസുകളിലെ സേവനങ്ങൾക്കായി ദിവസേന 100 കണക്കിന് ആളുകൾ ഇവിടെ എത്തുന്നു. എന്നാൽ ഓഫീസിലേക്ക് പോകുന്ന പാതയുടെ ഇരുഭാഗങ്ങളിലും വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. കാൽനട യാത്രക്കാർക്കായി നിർമ്മിച്ച നടപ്പാതകളിൽ രാത്രി പെട്ടിക്കടകളും വാഹനങ്ങളും നിരത്തിയിടുന്നതായും പരാതിയുണ്ട്. 2 വാഹനങ്ങൾ കടന്നുപോയിരുന്ന റോഡിൽ നിലവിൽ 1 വാഹനത്തിന് മാത്രം കഷ്ടിച്ച് കടന്നു போகாവുന്ന സാഹചര്യമാണ് ഇപ്പോൾ. பஞ்சாயத்து வந்து போகிறவங்களுக்கு ரொம்ப இடைஞ்சலாக இருக்குது. ஒரு அர்ஜென்ட்டுக்கு இங்கே பஞ்சாயத்துக்கு வர்றவங்களுக்கும் கஷ்டமாக இருக்குது. அதே மாதிரி பஞ்சாயத்துக்கு மேலே வந்து ஃபாரஸ்ட் ஆஃபீஸ் இருக்குது. அவங்களுக்கு போகிறதுக்கும் அவங்க வண்டிகளுக்கும் போகிறது வர்றதுக்கு ரொம்ப இடைஞ்சலாக இருக்குது. മൂന്നാറിലെ കച്ചവട സ്ഥാപനങ്ങളിലും മറ്റും ജോലി ചെയ്യുന്ന ചിലരാണ് ഇത്തരത്തിൽ ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇവിടങ്ങളിൽ നിർത്തിയിടുന്നത്. നിരവധി ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റികൾ കൂടി പ്രശ്നപരിഹാരത്തിന് തീരുമാനങ്ങൾ എടുത്തെങ്കിലും ഒന്നും നടപ്പായിട്ടില്ല. മൂന്നാർ പഞ്ചായത്തിലേക്ക് കടന്നു പോകുന്ന പ്രധാന പാതയാണ് എനിക്ക് മുന്നിൽ കാണുന്നത്. ഇരുവശങ്ങളിലും വാഹനങ്ങൾ നിർത്തിയതോടെ കാൽനട യാത്രക്കാർക്ക് പോലും ഇതുവഴി സഞ്ചരിക്കാൻ കഴിയുന്നില്ല. അധികൃതരാകട്ടെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ കൂട്ടാക്കുന്നില്ല. ജൻസൺ ക്ലബൻ, ന്യൂസ് 18 മൂന്നാർ.
കിളിയൂർ പാട്ടം തലയ്ക്കൽ നെയ്യാറ്റിൻകര റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതായി തീർന്നിട്ട് മാസങ്ങൾ പിന്നിടുമ്പോഴും അധികൃതർ മൗനത്തിലെന്ന് പരാതി. പ്രദേശവാസികളുടെ പ്രധാന സഞ്ചാരപാതയായ ഈ റോഡ് എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കി നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മലയോര ഗ്രാമങ്ങളെയും പട്ടണങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതകളിലൊന്നാണിത്. ചെമ്പൂര്, മണ്ണാങ്കോണം, കിളിയൂർ, കല്ലുമൂട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നെത്തുന്നവർക്ക് എളുപ്പത്തിൽ നെയ്യാറ്റിൻകരയിലേക്ക് എത്താവുന്ന റോഡാണിത്. ഈ റോഡ് ഗതാഗതയോഗ്യമല്ലാതായി തീർന്നിട്ട് മാസങ്ങൾ പിന്നിടുമ്പോഴും അധികൃതർ തുടരുന്ന മൗനത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഒറ്റശേഖരമംഗലം, വെള്ളറട, ചെമ്പൂര്, ഉണ്ടൻകോട് തുടങ്ങിയ സ്കൂളുകളിലേക്ക് ദിനംപ്രതി നിരവധി വിദ്യാർത്ഥികളാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. മലിനജലം കെട്ടിക്കിടക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ റോഡ് സടക്കിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. 10 വർഷത്തിൽ കൂടുതലായി സടക്കിൽ പണി ചെയ്തിട്ട്. അതിനുശേഷമുള്ള ഒരു മെയിൻ്റനൻസോ മറ്റു പരിപാടികളോ ഒന്നും ഈ റോഡിനെ സംബന്ധിച്ച് നടന്നിട്ടില്ല. മഴക്കാലത്ത് കാൽനട പോലും ബുദ്ധിമുട്ടാണ് ഇതുവഴി. സമീപത്തെ കിണറുകളിലേക്ക് മലിനജലം ഒഴുകിയെത്തുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. പിന്നെ ഈ റോഡാണെന്നുണ്ടെങ്കിൽ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. ഈ കണ്ടില്ലേ, ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുക. ഞാനിവിടെ അടുത്ത് താമസിക്കുക. എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഒലിപ്പുള്ള ഇറങ്ങുക, കിണറ്റിനകത്ത് ഈ അഴുക്ക വെള്ളം ഇറങ്ങുക, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ അടിക്കടി ഇവിടെ ആൾക്കാർ എണീറ്റൊക്കെ പോകും. പിന്നെ ഇതിൻ്റെ പ്രധാന റോഡെന്ന് പറയുന്നത് ഇതുവഴി നാടാരോണം കയറാം, ഡാലിമുഖം കയറാം. ഈ ഡാലിമുഖം പോകുന്നതുവരെയൊക്കെ റോഡ് മോശം, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കും. സമാന്തര സർവീസുകൾ ഇല്ലാത്ത ഈ റോഡിലൂടെ വെള്ളറട, കാട്ടാക്കട ഡിപ്പോകളിൽ നിന്ന് അനുവദിച്ചിരിക്കുന്ന ബസ്സുകളിൽ പലതും റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം നിർത്തലാക്കിയ അവസ്ഥയിലാണ്. അടിയന്തരമായി അധികൃതർ ഇടപെട്ട് വെള്ളക്കെട്ടുകൾക്കുൾപ്പെടെ പരിഹാരം കണ്ടുകൊണ്ട് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് പാതി വഴിയിൽ ഉപേക്ഷിച്ച കോഴിക്കോട് കോതി ആവിക്കൽത്തോട് ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് പദ്ധതികളുടെ റീടെൻഡർ നടപടികളിലേക്ക് കടന്ന് കോർപ്പറേഷൻ. നിർമ്മാണ പ്രവൃത്തിക്കുള്ള റീടെൻഡർ അനുമതിക്കായി നടപടി തുടങ്ങിയതായി മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു. പദ്ധതിയുമായി വീണ്ടും വന്നാൽ സമരം ശക്തമാക്കുമെന്ന് കോതി ആവിക്കൽത്തോട് സമരസമിതികൾ വ്യക്തമാക്കി. അമൃത് പദ്ധതിയുടെ ഭാഗമായാണ് ശുചിമുറി മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള പ്ലാന്റ് നിർമ്മിക്കാനുള്ള നടപടികൾ കോർപ്പറേഷൻ ആരംഭിച്ചത്. ശക്തമായ ജനകീയ പ്രതിഷേധത്തിനൊപ്പം കോടതി ഇടപെടൽ കൂടി എത്തിയതോടെ പദ്ധതികൾ പാതി വഴിയിൽ അവസാനിപ്പിച്ചു. കരാർ തുക കൂട്ടണമെന്നാവശ്യപ്പെട്ട് നിർമ്മാണ കമ്പനി കഴിഞ്ഞ ദിവസം കോർപ്പറേഷനെ സമീപിച്ചു. പിന്നാലെ വീണ്ടും ടെൻഡർ നടപടികൾ ആരംഭിച്ചതോടെ പദ്ധതിക്ക് ജീവൻ വെച്ചിരിക്കുകയാണ്. 5 കൊല്ലം മുമ്പല്ലേ നമ്മളിത് തുടങ്ങിയത്. അന്നത്തെ റേറ്റ് മതിയാവില്ലല്ലോ ഇന്ന് ആ പണി പൂർത്തിയാക്കാൻ. ഒരു ടെൻഡർ അന്നെടുത്ത ആൾ പറയണം അയാൾ ആ റേറ്റിന് തന്നെ അയാൾ റെഡിയാണെന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ളതിൻ്റെ ആണ് ഇപ്പോൾ ടെൻഡർ നടപടിയിലേക്ക് നമ്മൾ പോകുന്നത്. അതായത് പ്ലാന്റ് നിർമ്മാണവുമുണ്ട്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ നിന്ന് എന്ത് കണക്ഷൻ ഇങ്ങനെ എടുത്തെടുത്ത് പോകുന്നതാണ് നെറ്റ്വർക്ക്. അപ്പോൾ ഇതിനകത്ത് ഈ വർക്കിനും ബാക്കി 3 വർക്കിനും നമുക്ക് എന്ത് കൊടുക്കേണ്ടതുണ്ട്? പുതിയ ടെൻഡർ വിളിക്കണം. കാരണം റിവൈസ്ഡ് ഇതിനകത്തേക്ക് വരണ്ടേ, അത് അങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ട് ഇത് നിന്നുപോയതുകൊണ്ട്. പക്ഷേ ഞങ്ങൾ അന്നത്തെ സമയത്ത് നമ്മൾ കൃത്യമായി പറഞ്ഞതുകൊണ്ട് ഈ 1ാമത്തെ അമൃതിൽ നടക്കാതിരുന്ന കാര്യങ്ങൾക്ക് 2ാമത്തെ അമൃതിൽ നടത്താനുള്ള അനുവാദം കിട്ടിയതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ സ്റ്റേറ്റ് ലെവലിൽ ഒരു ഹൈ പവർ കമ്മിറ്റിയുണ്ട്, സ്റ്റിയറിംഗ് കമ്മിറ്റി. അവരാദ്യം തീരുമാനിക്കണം, എന്നിട്ട് അവർ റെക്കമെൻഡ് ചെയ്തിട്ട് എങ്ങോട്ട് അയക്കണം? സെൻട്രൽ ആയിട്ടുള്ള അമൃത് കമ്മിറ്റിക്ക് പോയിട്ട് അവിടുന്ന് അപ്രൂവൽ ചെയ്താൽ മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ. ജനവാസ മേഖലയിൽ പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് ആവിക്കത്തോട് സമരസമിതി ആവർത്തിച്ചു. ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ജനങ്ങൾ വീണ്ടും കടക്കും. കോഴിക്കോട് കോർപ്പറേഷന്റെ മേയർ ബീന ഫിലിപ്പ് ഇതിന്റെ കുറച്ചു മുമ്പ് നമ്മുടെ ആവിക്കത്തോട് സമരസമിതി ഇവിടെ മറ്റൊരു പരിപാടിയിലേക്ക് വന്നപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരുന്നു. അപ്പം അന്ന് മേയർ പറഞ്ഞത് ഈ പദ്ധതി ഞങ്ങൾ ഉപേക്ഷിച്ചാണ്. ഈ ജനങ്ങളെ ഉപദ്രവിച്ചിട്ട് ജനങ്ങളെ പ്രയാസപ്പെടുത്തിയിട്ട് ഈ പദ്ധതിയായിട്ട് മുമ്പോട്ട് പോകാൻ കോഴിക്കോട് കോർപ്പറേഷൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ മേയർ ഇപ്പം മേയർ കൗൺസിൽ പാർട്ടി തീരുമാനിക്കുകയും റീടെൻഡറിന് പോകാനും തീരുമാനിച്ചു. ഏത് ടെൻഡറിന് പോയാലും ശരി ഈ ആവിക്കൽത്തോട്ടിലെ ജനങ്ങൾ ഇവിടെ ഈ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് അനുവദിക്കില്ല ഒരു കാരണവശാലും. കാരണം ഞങ്ങൾ ഈ സമരം തുടങ്ങുന്ന ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. കാരണം ഇത് ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന, ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെ വന്നിട്ട് ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കരുത്. കോഴിക്കോട് കോർപ്പറേഷൻ ഒരുപാട് സ്ഥലങ്ങൾ കാലിയായി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ അധീനത്തിലുള്ള. അവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചിട്ട് ഈ ജനങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാണ്. ഏത് ടെൻഡർ റീടെൻഡർ പോയാലും ശരി, ഏത് സർക്കാർ ഇതുവരെ കൊണ്ടുവന്നാലും ഇവിടുത്തെ ആവിക്കത്തോട്ടിൽ സ്ഥാപിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ സമ്മതിക്കില്ല. 2026 അമൃത് പദ്ധതി 2ന്റെ കാലാവധി പൂർത്തിയാവും. അതിനു മുമ്പ് 2 പദ്ധതികളും പൂർത്തിയാക്കാനാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 കോഴിക്കോട്.
ലക്ഷങ്ങൾ ചെലവഴിച്ച് പഴയ മൂന്നാറിൽ സ്ഥാപിച്ച ഹരിത ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം നിലച്ചു. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളിൽ നിന്ന് മാലിന്യങ്ങൾ ശേഖരിക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഹെഡ്വർക്സ് അണക്കെട്ടിന് സമീപം ഹരിത ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലായിരുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ ഹെഡ്വർക്സ് അണക്കെട്ടിന് സമീപം ഹരിത ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചത്. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളിൽ നിന്ന് മാലിന്യങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചത്. തുടക്കത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ചെക്ക് പോസ്റ്റ് പക്ഷേ ജൂലൈ മാസത്തോടെ പ്രവർത്തനരഹിതമായി. വിനോദസഞ്ചാര സീസൺ ആരംഭിച്ച സാഹചര്യത്തിൽ ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം. മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട ഹെഡ്വർക്സ് ഡാം പക്കത്തിൽ ചില മാസങ്ങൾക്ക് മുൻപാக ഹരിത ചെക്ക് പോസ്റ്റും ചൊല്ലി ലക്ഷക്കണക്കിന് രൂപ മുടക്കി പദ്ധതി രൂപീകരിക്കുകയും இப்போ 4 இதுவரையாയിട്ട് கேட்பாரிட்டு கிடக்கக்கூடிய சூழ்நிலையாக இருக்குது. உடனடியாக அந்த ஹரித செக் போஸ்ட்டு ஆரம்பிக்கணும். அதில் தொழிலாளர்களுடைய பிள்ளைகளுக்கு வேலை வாய்ப்பை கொடுத்து மூணார் கிராம பஞ்சாயத்து சார்பாக அதை உடனடியாக நடைமுறைப்படுத்த வேண்டும் என்று இந்த நேரத்தில் கேட்டுக்கொள்கிறேன். UNDPയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കപ്പെട്ടത്. വിനോദസഞ്ചാരികളിൽ നിന്ന് തരംതിരിച്ച് മാലിന്യം ശേഖരിക്കുക, മാലിന്യ സംസ്കരണം സംബന്ധിച്ച് ബോധവൽക്കരണം നൽകുക, ഇത് സംബന്ധിച്ച ലഘുലേഖകൾ വിതരണം ചെയ്യുക തുടങ്ങി വിവിധ കാര്യങ്ങളായിരുന്നു പദ്ധതി കൊണ്ട് ലക്ഷ്യമിട്ടിരുന്നത്. ജൈവമാലിന്യം സംസ്കരിക്കുന്ന സൗകര്യം ചെക്ക് പോസ്റ്റിൽ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. മൂന്നാറിനെ ശുചിയാക്കാൻ സഹായിക്കുന്ന പദ്ധതി കാര്യക്ഷമമായി മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 മൂന്നാർ. പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന് തുടക്കമായി. ഗീതാപാരായണത്തോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. അറനിറക്കൽ ചടങ്ങും നടന്നു. 19 മുതൽ 27 വരെയാണ് പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം നടക്കുന്നത്. ഞാങ്ങാട്ടിരി മഹർഷി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഗീതാപാരായണത്തോടെ ഉത്സവത്തിന് ആരംഭം കുറിച്ചു. തുടർന്ന് അറനിറക്കൽ ചടങ്ങ് നടന്നു. ക്ഷേത്രം മേൽശാന്തി എരണ്ടപുറത്തുകാട് ശങ്കരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കോഴിക്കോട് പുതുപ്പാടിയിൽ പ്രവർത്തിച്ചിരുന്ന മലബാർ ക്രം റബ്ബർ ഫാക്ടറിയുടെ സ്വത്തുക്കൾ വിൽപ്പന നടത്താനുള്ള നീക്കത്തിനെതിരെ തൊഴിലാളികൾ വീണ്ടും പ്രക്ഷോഭം ആരംഭിച്ചു. 2009 മുന്നറിയിപ്പില്ലാതെ ഫാക്ടറി പൂട്ടിയെങ്കിലും തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ നൽകാത്തതിനാൽ അന്നു മുതൽ തൊഴിലാളികൾ നിയമ പോരാട്ടം നടത്തിവരികയാണ്. റവന്യൂ റിക്കവറി നടപടി ആരംഭിച്ച സമയത്ത് സഹകരണ വകുപ്പിന്റെ അനുമതിയില്ലാതെ സ്വത്തുക്കൾ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നുവെന്നാണ് തൊഴിലാളികളുടെ പരാതി. കോഴിക്കോട് ജില്ലാ കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ കീഴിൽ 1983 പുതുപ്പാടി കുപ്പായക്കോട് ക്രം റബ്ബർ ഫാക്ടറി ആരംഭിച്ചത്. 77 തൊഴിലാളികൾ ഫാക്ടറിയിലുണ്ടായിരുന്നു. 2009 ഫാക്ടറി നഷ്ടത്തിലാണെന്ന കാരണം പറഞ്ഞ് പൂട്ടി. എന്നാൽ വർഷങ്ങളോളം ജോലി ചെയ്തവർക്ക് യാതൊരു ആനുകൂല്യവും ലഭിച്ചില്ലെന്നാരോപിച്ച് തൊഴിലാളികൾ രംഗത്തെത്തി. ഇതിനിടെ ഫാക്ടറിയും 5.5 ഏക്കറോളം വരുന്ന ഭൂമിയും വിൽപ്പന നടത്താൻ മാനേജ്മെന്റ് പലപ്പോഴായി ശ്രമിച്ചെങ്കിലും തൊഴിലാളികൾ കോടതിയെ സമീപിച്ചതിനാൽ വിൽപ്പന നടത്താനായില്ല. തൊഴിലാളികൾക്ക് ആനുകൂല്യം നൽകണമെന്ന് ഹൈക്കോടതി ഉൾപ്പെടെ ഉത്തരവിട്ടെങ്കിലും അത് നടപ്പിലാക്കിയില്ലെന്നാണ് ഇവരുടെ ആരോപണം. നിയമ പോരാട്ടത്തിനൊടുവിൽ ഫാക്ടറിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി തൊഴിലാളികളുടെ ആനുകൂല്യം നൽകാനുള്ള നീക്കം ജില്ലാ കളക്ടർ ആരംഭിച്ചതോടെ ഫാക്ടറി സ്വത്തുക്കൾ വിൽപ്പന നടത്താൻ സൊസൈറ്റി വീണ്ടും ശ്രമം ആരംഭിച്ചു. വിൽപ്പന അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചാണ് തൊഴിലാളികൾ വീണ്ടും സമരരംഗത്തിറങ്ങിയത്. ബഹുമാനപ്പെട്ട ലേബർ കോടതിയും ഹൈക്കോടതി അടക്കം അംഗീകരിച്ച് രേഖയാക്കി കൊടുത്ത് ശുദ്ധമാക്കി കൊടുത്ത ഒരു അവകാശം ഇവരുടെ കയ്യിലിരിക്കുന്നുണ്ട്. ഒരു കോടതി വിധി ഇവരുടെ കയ്യിലിരിക്കുന്നു. ആ കോടതി വിധി നടപ്പിലാക്കേണ്ടത് അതിന്റെ നിക്ഷിപ്തമായ ഭൂമി ഇതാണെന്നുള്ളത് കൊണ്ടാണ് ഇത് വിൽക്കാൻ സമ്മതിക്കാതെ തൊഴിലാളികൾ ഇത് തടയുന്നത്. ഏത് കാരണവശാലും ഇത് വിൽക്കാൻ ഇവർ സമ്മതിക്കില്ല. ഇവിടുന്ന് ഒരു തരി മണ്ണ് പോലും കൊണ്ടുപോകാൻ ഇവർ സമ്മതിക്കില്ല. കാരണം ഇവരുടെ അവകാശങ്ങൾ നിക്ഷിപ്തമായ മണ്ണാണ് ഈ ഫാക്ടറി. അതുകൊണ്ട് അത് തടയും എന്നുള്ള ഉറച്ച പ്രഖ്യാപനത്തോടെയാണ്, അതിന് ഏതറ്റം വരെ പോകും എന്നുള്ള ഉറച്ച പ്രഖ്യാപനത്തോടെയാണ് ഇവിടെ തൊഴിലാളികൾ നിൽക്കുന്നത്. ബാങ്കിൽ നിന്ന് 5 കോടി രൂപ സൊസൈറ്റി വായ്പ എടുത്തിരുന്നു. ഇതിൽ 2 കോടി തിരിച്ചടച്ചെന്ന് അധികൃതർ പറയുന്നു. എന്നാൽ കോടികൾ ഇനിയും തിരിച്ചടയ്ക്കാനുണ്ട്. ഇതാണ് ഫാക്ടറിയുടെ തകർച്ചയ്ക്ക് കാരണം. ഈ പണം എന്തിനാണ് ഉപയോഗിച്ചതെന്ന് ആർക്കും അറിയില്ലെന്നും പണം കൈപ്പറ്റിയവർ തിരിച്ചടയ്ക്കണമെന്നും തൊഴിലാളികൾ പറയുന്നു. 2006 യാതൊരു കാരണവുമില്ലാതെ ഫാക്ടറി ലോക്കൌട്ട് ചെയ്തതിനെ തുടർന്ന് KDB ബാങ്കിലുണ്ടായിരുന്ന 3 കോടി രൂപ സർക്കാർ എഴുതിത്തള്ളി. ഇത് ഒത്തുകളിയുടെ ഭാഗമായിരുന്നെന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന മെഷീനറികളാണ് തുരുമ്പെടുത്ത് നശിച്ചത്. കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. സഹകരണ വകുപ്പ് ഇടപെട്ട് ഫാക്ടറിയുടെ സ്വത്തുക്കൾ വിൽപ്പന നടത്തി തൊഴിലാളികളുടെ ആനുകൂല്യം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് 18 താമരശ്ശേരി. കേരള കോൺഗ്രസ് എം യൂത്ത് ഫ്രണ്ട് തിരുവമ്പാടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേക്ക് ചലഞ്ച് സംഘടിപ്പിക്കുന്നു. ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ചലഞ്ച്. ആവശ്യക്കാർക്ക് കേക്കുകൾ വീടുകളിൽ എത്തിച്ചു നൽകിയാണ് ഫണ്ട് സ്വരൂപിക്കുന്നത്.
ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും ഭാഗമായി കോടഞ്ചേരി കണ്ണോത്ത് പ്രവർത്തിക്കുന്ന കരുണാലയം ചാരിറ്റബിൾ ട്രസ്റ്റിനെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചലഞ്ച്. കേരള കോൺഗ്രസ് എം യൂത്ത് ഫ്രണ്ട് തിരുവമ്പാടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കേക്ക് ചലഞ്ച്. മുക്കത്തെ സ്വകാര്യ കേക്ക് നിർമ്മാണ കമ്പനിയുമായി സഹകരിച്ചാണ് ചലഞ്ച്. പ്ലം കേക്ക്, ക്രീം കേക്ക് എന്നിവ വീടുകളിൽ എത്തിച്ചു നൽകി ലഭിക്കുന്ന മുഴുവൻ പണവും കരുണാലയം ചാരിറ്റബിൾ ട്രസ്റ്റിന് കൈമാറുക എന്നതാണ് ലക്ഷ്യം. ഡിസംബർ 23-ാം തീയതി വരെയാണ് കേക്കുകളുടെ ഓർഡർ സ്വീകരിക്കുക. ചാരിറ്റബിൾ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കേക്ക് ചലഞ്ചാണ്. ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ചുള്ള ഒരു കേക്ക് ഫെസ്റ്റാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത്. ഇപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഓർഡർ തരുന്നതിനനുസരിച്ച് കേക്കുകൾ ഞങ്ങൾ ആളുകളുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കാമെന്ന ഉദ്ദേശമാണ്. കഴിഞ്ഞ ദിവസം മുക്കത്ത് നടന്ന ചടങ്ങിൽ കേക്ക് ചലഞ്ചിന്റെ ഉദ്ഘാടനം കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് TM ജോസഫ് നിർവഹിച്ചു. യൂത്ത് ഫ്രണ്ട് എം തിരുവമ്പാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് സുബിൻ തയ്യിൽ അധ്യക്ഷനായിരുന്നു. കേരള കോൺഗ്രസ് എം തിരുവമ്പാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് മാത്യു ചെമ്പോട്ടിക്കൽ, കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ജോസ് പൈമ്പള്ളിക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 മുക്കം. ആലപ്പി മഞ്ഞളിന്റെയും കൊച്ചിൻ ഇഞ്ചിയുടെയും പുനരുജ്ജീവന സെമിനാർ കോതമംഗലം PWD റെസ്റ്റ് ഹൌസിൽ നടന്നു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോതമംഗലം MLA ആന്റണി ജോൺ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ്, ഡോക്ടർ ഹോമി ചെറിയാൻ എന്നിവർ സംസാരിച്ചു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനിസ് ഫ്രാൻസിസ് കൈപ്പുസ്തകം പ്രകാശനം ചെയ്തു. തൃപ്പങ്കോട്ടൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട CR സെഡ് മാപ്പിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. പുഴയുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഇടങ്ങളിൽ പോലും CR സെഡ് മാപ്പ് കാണിച്ചുകൊണ്ട് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം നിർമ്മാണ അനുമതി നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിൽ CRZന്റെ ഭാഗമായിട്ടുള്ളത് കടവത്തൂർ പുഴയുടെ ഏതാനും ഭാഗങ്ങൾ മാത്രമാണ്. നിലവിൽ കടവത്തൂരിലെ മലയൻകുണ്ട് പ്രദേശമടക്കം RZൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വീടുകൾക്ക് പെർമിറ്റ് വരെ നിഷേധിക്കുന്ന സാഹചര്യമാണുള്ളത്. മാപ്പിൽ സർവേ നമ്പർ തെറ്റി വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ ഈ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. അധികൃതരുടെ ഈ സമീപനം കാരണം പ്രദേശത്തെ നിരവധി ആളുകൾക്ക് വീട് പണി പോലും ആരംഭിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് പഞ്ചായത്ത് അധികൃതരും വില്ലേജ് അധികൃതരും ഒരുമിച്ച് CRZലെ അപാകതകൾ പരിഹരിക്കണമെന്ന് തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സമീർ പറമ്പത്ത് ആവശ്യപ്പെട്ടു. ഉത്തരവാദപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരും വില്ലേജ് പഞ്ചായത്ത് അധികൃതരും അടിയന്തരമായി ഇടപെട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. നിയന്ത്രണ മേഖലയിൽ പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഏതോ സർവേ നമ്പർ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതിനാൽ കടവത്തൂർ പ്രദേശത്തുള്ള നിരവധി ആളുകളാണ് ഭവന നിർമ്മാണത്തിനും അവരുടെ കെട്ടിട നിർമ്മാണത്തിനുമായിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ മാപ്പ് തയ്യാറാക്കി ഗവൺമെന്റ് തലത്തിൽ അയച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടി വേണമെന്നാണ് ആവശ്യം. നേരത്തെ ജലപാതയ്ക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ മാപ്പ് തയ്യാറാക്കിയത്. വിജ്ഞാപനം റദ്ദു ചെയ്യാൻ ആവശ്യമായ നടപടികൾ ഗവൺമെന്റ് തലത്തിൽ നടത്തിയില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 കണ്ണൂർ. കോട്ടയം MP തോമസ് ചാഴികാടനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശത്തിൽ പാർട്ടിയിലുണ്ടായ അമർഷം പരിഹരിക്കാനാകാതെ കേരള കോൺഗ്രസ് എം. പാർട്ടിയുടെ തട്ടകമായ പാലായിൽ തന്നെ മുഖ്യമന്ത്രി പരാമർശം നടത്തിയിട്ടും പാർട്ടി ചെയർമാൻ ഉൾപ്പെടെ മൗനം തുടരുന്നതും അമർഷത്തിന് കാരണമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ മറികടക്കണമെന്ന ആലോചനയിലാണ് കേരള കോൺഗ്രസ് എം. ഇതിനകം എന്തിനാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്ന് വേണ്ടത്ര ബോധ്യം നാട്ടിനാകെ ഉണ്ടായിക്കഴിഞ്ഞതാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളുണ്ടല്ലോ, ആദ്യം അദ്ദേഹത്തിന് ഇത് എന്തിനാണ് സംഘടിപ്പിച്ചത് എന്ന് പിടികിട്ടിയിട്ടില്ല. അതിൻ്റേതായ ഒരു അവതരണമാണ് ഇവിടെ നടന്നത് കണ്ടത്. എന്തോ പരാതികൾ സ്വീകരിക്കാൻ ഞങ്ങളിങ്ങനെ പുറപ്പെട്ടതാണ് എന്ന മട്ടിലാണ് അദ്ദേഹം പറയുന്നതായി കണ്ടത്. പരാതികൾ ഇതിൻ്റെ ഭാഗമായി വരുന്നൊരു കാര്യം മാത്രമാണ്. പരാതികൾ സ്വീകരിക്കലല്ല ഇതിൻ്റെ പ്രധാന കാര്യം. നമ്മുടെ നാട് എവിടെ എത്തി നിൽക്കുന്നു, ഇനി മുന്നോട്ട് എന്തൊക്കെ ചെയ്യാനുണ്ട്, സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതുകൂടി ഇവിടെ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് വേണ്ടത്ര മനസ്സിലാക്കാതെയുള്ള അവതരണമാണ് ഇവിടെ നടന്നത്. ബഹുമാനപ്പെട്ട ചാഴിക്കാടനും അത് വേണ്ടത്ര ഉൾക്കൊണ്ടതായി ഞാൻ കരുതുന്നില്ല. നിർഭാഗ്യകരമായി പോയി അത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പരാമർശം തോമസ് ചാഴികാടനെതിരെയാണെങ്കിലും കേരള കോൺഗ്രസ് അണികളിൽ
അതുണ്ടാക്കിയ മുറിവ് ചെറുതല്ല. പാലായിലെ വേദിയിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശത്തിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നുമില്ലെങ്കിലും പ്രതിപക്ഷം ഈ പരാമർശത്തെ ആയുധമാക്കുന്നതാണ് കേരള കോൺഗ്രസിന്റെ വെല്ലുവിളി. വിവാദമുണ്ടായി ദിവസങ്ങൾക്ക് ശേഷവും ഒരക്ഷരം പോലും മിണ്ടാൻ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി തയ്യാറാകാത്തതും അണികളിൽ അതൃപ്തിയുണ്ടാക്കുന്നു. മുതിർന്ന നേതാക്കൾക്കും മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ കടുത്ത നീരസമുണ്ട്. പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ ഇതെങ്ങനെ പരിഹരിക്കുമെന്ന ചോദ്യത്തിന് നേതൃത്വത്തിന് ഉത്തരമില്ല. തൽക്കാലം മൗനം തുടരുക എന്ന തന്ത്രമാണ് കേരള കോൺഗ്രസ് സ്വീകരിക്കുന്നത്. വിഷയം പ്രതിപക്ഷം പരമാവധി ആയുധമാക്കുന്നതും ജോസ് വിഭാഗത്തിന് തിരിച്ചടിയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ കാലാവസ്ഥ കൂടി നോക്കി തുടർ നീക്കങ്ങൾ നടത്താനാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ആലോചന. ന്യൂസ് 18 കോട്ടയം. ഏറ്റവും നീളം കൂടിയ കയ്യെഴുത്ത് ഖുർആൻ തയ്യാറാക്കി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിരിക്കുകയാണ് പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ് വിദ്യാർത്ഥി. 2ാം വർഷ വിദ്യാർത്ഥിയായ മുഹമ്മദ് ജസീം ചെറുമുക്കാണ് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത്. റിപ്പോർട്ടോടെ നാട്ടുവർത്തമാനം പൂർണ്ണമാവുന്നു. നമസ്കാരം. 1106 മീറ്റർ നീളത്തിൽ വിശുദ്ധ ഖുർആൻ മുഴുവനും കൈകൊണ്ടെഴുതി തയ്യാറാക്കിയാണ് ജസീം ഈ നേട്ടം കൈവരിച്ചത്. ജാമിയ നൂരിയ അറബിക് കോളേജിന് കീഴിൽ കോഴിക്കോട് വെച്ച് നടന്ന ഖുർആൻ പ്രദർശന വേദിയിലൂടെയാണ് ഗിന്നസ് അറ്റംപ്റ്റിന്റെ ഔദ്യോഗിക നടപടികൾ ജസീം പൂർത്തിയാക്കിയത്. ലോക്ക്ഡൌൺ സമയത്ത് തുടങ്ങി 2 വർഷത്തോളം സമയമെടുത്താണ് ഖുർആൻ എഴുതി പൂർത്തീകരിച്ചത്. എല്ലാ പേജുകളും ഓരോന്നായി മടക്കി അടുക്കിയാൽ 75 സെന്റിമീറ്റർ ഉയരവും 34 സെന്റിമീറ്റർ വീതിയും 118.300 കിലോഗ്രാം ഭാരവുമുണ്ട്. ഈ ഖുറാനിൽ ആകെ 3,25,384 അറബി അക്ഷരങ്ങളും 77,437 അറബി വാക്കുകളും 114 അധ്യായങ്ങളും 6,348 ആയത്തുകളുമുണ്ട്. ആകെ 30 ജുസ്ഉകളിൽ ഒരു ജുസ്അ് പൂർത്തിയാക്കാൻ ഏതാണ്ട് 6,575 പേജുകളാണ് വേണ്ടിവന്നത്. എല്ലാ പേജിലും ശരാശരി 9-10 വരികളാണ് ഉള്ളത്. ചെറിയ പ്രായത്തിൽ തന്നെ കലാപരമായ കഴിവ് തിരിച്ചറിഞ്ഞ ജസീം തന്റെ സഹോദരനായ അയ്യൂബിന്റെ ചിത്രകലകളിൽ ആകൃഷ്ടനാവുകയും അതിനായുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. 4ാം ക്ലാസ് സ്കൂൾ പഠനത്തിന് ശേഷം തിരൂർ ചെമ്പ്രയിലെ അൽ ഇഖ്വാൾ ദർസിലാണ് മതപഠനം പൂർത്തിയാക്കിയത്. ഗുരുനാഥനായ സ്വലാഹുദ്ദീൻ ഫൈസി വെന്നിയൂരിലൂടെയാണ് കാലിഗ്രാഫി എന്ന കലയിലേക്കുള്ള ആദ്യപടി തുടങ്ങുന്നത്. ലോക അറബി ഭാഷാ ദിനത്തിൽ തന്നെ ഗിന്നസ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാനായത് അഭിമാനകരമായെന്ന് ജസീം പറഞ്ഞു. ഈ എനിക്ക് റെക്കോർഡിലേക്ക് അറ്റംപ്റ്റിന് കൊടുത്ത് എനിക്ക് അറ്റംപ്റ്റ് നടത്താനുള്ളൊരു സമയം പ്രഖ്യാപിച്ച അതേ ഡേറ്റിൽ തന്നെ എനിക്കിതിൻ്റെ പ്രഖ്യാപനം വന്നു. അൽഹംദുലില്ലാഹ് ഈ ഒരു മുഹൂർത്തത്തിൽ ഉസ്താദുമാരോടും എനിക്ക് ഇതുമായി സഹകരിച്ച എന്നോട് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദിയാണ് എനിക്ക് പറയാനുള്ളത്. ജസീമിന്റെ റെക്കോർഡ് അറ്റംപ്റ്റിന്റെ സാങ്കേതിക സഹായങ്ങൾ ചെയ്തു കൊടുത്തത് ആഗ്ര സംസ്ഥാന സെക്രട്ടറി ഗിന്നസ് സുനിൽ ജോസഫാണ്. ഇതോടെ വ്യക്തിഗത ഇനത്തിൽ കേരളത്തിൽ നിന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കുന്നവരുടെ എണ്ണം 75 ആയെന്ന് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളും സത്താർ ആദൂറും പറഞ്ഞു. 700 മീറ്റർ നീളമുള്ള ഒരു ഖുർആനായിരുന്നു ഇബ്രാഹിം എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ സ്വദേശി കരസ്ഥമാക്കിയത്. ആ റെക്കോർഡിനെ ഭേദിച്ചുകൊണ്ടാണ് ജസീം ഇവിടെ ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്. മലപ്പുറം ചെറുമുക്ക് മാട്ടുമ്മൽ മൊഹീദ്ദീൻ ആസിയ ദമ്പതികളുടെ മകനാണ് ജസീം. ന്യൂസ് 18 മലപ്പുറം. ഈ പരിപാടി